ഈ കഴിഞ്ഞ ശനിയാഴ്ച സേലം ബാംഗ്ലൂർ ഹൈവേയിൽ ധർമ്മപുരി എന്ന സ്ഥലത്തുണ്ടായ ആക്സിഡൻറ്റ് പറ്റിയ വണ്ടികളാണ് ഈ കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയപ്പോഴാണ് ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് കണ്ടത്. ഒരു ഇറങ്ങി വന്ന സിമൻറ്റ് കയറ്റിയ ഒരു ലോറി, ആ ലോറി ബ്രേക്കിംഗ് കിട്ടാതെ വന്ന് താഴെ റോഡിൽ നിർത്തിയിട്ടിരുന്ന കുറേ കാറുകളാണിത്. ഈ കാറുകളൊക്കെ റോഡിൽ തന്നെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. വേറൊരു വണ്ടി റോഡിൽ ബ്രേക്ക് ഡൗൺ ആയത് മാറ്റാനുള്ള സമയത്തിന് വേണ്ടി പോലീസ് വണ്ടിയെല്ലാം പിടിച്ച് സ്ലോലി ട്രാഫിക് മുന്നോട്ട് കൊണ്ടിരിക്കുന്ന സമയത്താണ് നിയന്ത്രണം വിട്ടിട്ട് ഈ സിമൻറ്റ് ലോറി വന്ന് ഈ കാറിനെല്ലാം ഇടിച്ചത്. ഏകദേശം ഒരു 10-12ഓളം വണ്ടികൾ ഇടിച്ച് കയറി. പല വണ്ടികളിലും എയർ ബാഗ് ഒന്നും വന്നിട്ടില്ലെന്നുള്ളത് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഈ കാറുകളൊക്കെ ഇടിച്ചിടിച്ച് ഇതിൻ്റെ മണ്ടയിലോട്ടൊക്കെ കയറിപ്പോയ കാറുകളാണ് പലതും. സൈഡ് ഇടിച്ചതും അങ്ങനെയുള്ള കാറുകളാണ്. അതുകൊണ്ട് എയർ ബാഗ് ഒന്നും കറക്റ്റ് വന്നിട്ടില്ല. ബലെനോയ്ക്കൊന്നും എയർ ബാഗ് കറക്റ്റ് വന്നിട്ടില്ല. പക്ഷേ ഇടിയെല്ലാം ഫ്രണ്ടിൽ എല്ലായിടത്തും ഉണ്ട്. അത് ചിലപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു ബൊലീറോയാണിത് കാണുന്നത്. 4 പേര് മരിച്ചു ഈ സംഭവത്തിൽ. ഇത് വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ് ഈ ധർമ്മപുരി എന്ന് പറയുന്ന ഒരു ഗട്ട് റോഡ് വരുന്നൊരു സ്ഥലം. അവിടെ ഒരുപാട് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പതുക്കെ പോവുക, സെക്കൻഡ് ഗിയറിൽ മാത്രമേ പോകാവുള്ളൂ. കുറേ സ്പീഡ് ബ്രേക്കറുണ്ട്, കുറേ ചുമന്ന LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വഴി ബാംഗ്ലൂരിൽ പോകുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഗട്ട് റോഡാണത്. ഈ പറയുന്ന ഈ ധർമ്മപുരിക്ക് ശേഷമുള്ള ഈ ദൃശ്യങ്ങളൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഞാൻ വളരെയധികം പേടിച്ചു പോയി. ആക്സിഡൻറ്റ് വരുത്തി വെച്ച ലോറിയാണ് ആ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വഴി പാസ് ചെയ്യുമ്പം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. ഈ ആക്സിഡൻറ്റ് പറ്റിയവർക്ക് അവർ ശ്രദ്ധിച്ചാണ് ഓടിച്ചത്. പക്ഷേ എന്നിരുന്നാലും അവരുടേതായ കുറ്റമല്ലാത്തതുകൊണ്ടുള്ള കാരണത്താൽ അവർക്ക് അപകടം സംഭവിച്ചു. എന്നാലും ഞാൻ പറയുകയാണ്, എല്ലാവരും ഈ വഴി പോകുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്.